യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് മൂലപാപങ്ങളെക്കുറിച്ചാണ്. ധ്യാനം അല്ലെങ്കിൽ നോയമ്പ് കാലഘട്ടം നമ്മളുടെ സ്വകാര്യതയെ വിശുദ്ധീകരിക്കുവാനുള്ള കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തരുന്ന വചനം എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-ാമത്തെ വചനം. എഫെസോസ് 4:26. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. അടുത്ത വചനം കൂടി, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താന് അവസരം കൊടുക്കരുത്. കോപിക്കാം. അപ്പോൾ നമ്മളോട് വചനം പറയുന്നൊരു കാര്യം, കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്, അച്ഛാ കോപത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് കോപം വരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്, ഉണ്ടാകുന്നൊരു കാര്യമാണ് കോപം എന്നത്. ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കോപം എന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഉദാഹരണം കാണാം. മർക്കോസിൻ്റെ സുവിശേഷം പ്രിയപ്പെട്ടവരെ 3-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. ഇതാണ് വചനം പറയുന്നത്. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവരോട് പറഞ്ഞു. യേശു ക്രോധത്തോടെ നോക്കുകയാണ്. അപ്പോൾ സാപത്തിൽ രോഗശാന്തി വേണമോ വേണ്ടയോ? അപ്പോൾ ജീവൻ രക്ഷിക്കണമോ അത് നശിപ്പിക്കണമോ? ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ യേശുവിന് ക്രോധം തോന്നി എന്ന് വചനം പറയുന്നു. യേശു ക്രോധത്തോടെ നോക്കി. അടുത്ത യേശുവിൻ്റെ പ്രവൃത്തി എന്താ? യേശു ആ വ്യക്തിയോട് പറയുന്നു, കൈ നീട്ടുക. യേശു അവനെ സുഖപ്പെടുത്തുന്നു. എന്താണ് വരുന്നത്? യേശുവിൻ്റെ കോപം അത് ആ രോഗിയോടുള്ള സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. ആ രോഗിയോടുള്ള അടുത്ത ഉടനെ തന്നെ നന്മ സംഭവിക്കുന്നുണ്ട്. ആ കോപം ഇമ്മീഡിയറ്റ്ലി നന്മയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ കോപിക്കാം, അവിടെ ക്രോധം. യേശു ക്രോധത്തോടെ നോക്കി അവരെ. അറ്റ് ദ സെയിം ടൈം അവിടെ ഒരു നന്മ വരുന്നു. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകരുത്. അപ്പം ഇത് നമ്മളുടെ വ്യക്തിപരമായൊരു കാര്യം. നമ്മളെല്ലാവരും ദിവസവും കോപിക്കുന്നു, അല്ലെങ്കിൽ കോപം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇത് പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഉള്ള ഒരു കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് കോപം ഉണ്ടാവുക എന്നത്. എന്നാൽ യേശു അവിടെ കോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. യേശു കോപിച്ചു. നമ്മൾ കാണുന്നു മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദേവാലയം യേശു ശുദ്ധീകരിക്കുകയാണ്. യേശു ശുദ്ധീകരിക്കുന്നു. യേശുവിന് അത് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ കോപം തോന്നുന്നുണ്ട്. അവിടെ കോപം തോന്നി യേശു ചാട്ടവാറയുണ്ടാക്കി അവിടെ അത് ശുദ്ധീകരിക്കുന്നു. എന്നാൽ അടുത്ത നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ലക്ഷ്യം എന്താ? യേശു ആ ദേവാലയത്തിന് വേണ്ടി, നിങ്ങൾ നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനൊരു പുനരുദ്ധരിക്കും. കണ്ടോ? യേശു അതിനു വേണ്ടി തന്നെ കൊടുക്കുകയാണ്. പിന്നെ യേശു സുഖപ്പെടുത്തുകയാണ് അവിടെ. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, അവിടെ സംഭവിക്കുന്ന കാര്യം, യേശു കോപിക്കുന്നുണ്ട്. ശിഷ്യന്മാർ ശിശുക്കളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ
യേശു കോപിച്ചു. ശിശുക്കളെ തടയുന്നത് കണ്ടപ്പോൾ യേശു കോപിക്കുന്നുണ്ട്. നമുക്കറിയാം, യേശു കോപിച്ചു. പിന്നെ യേശു എന്ത് ചെയ്തു? ശിശുക്കളെ കൈകളിലെടുത്ത് അനുഗ്രഹിച്ചു. കോപം ഉണ്ട്, അവിടെ കോപം എന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി അത് അനുഗ്രഹങ്ങളിലേക്ക് വഴിമാറുന്നു. കോപം അനുഗ്രഹങ്ങളിലേക്ക് വഴിമാറണം. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമുക്കങ്ങനെയാണ്. ഈ മദർ തെരേസയെക്കുറിച്ച് ഒരു കാര്യം വായിച്ചു തോർക്കുകയാണ്. മദർ തെരേസ കൽക്കട്ടയിൽ വരുന്നതും, കൽക്കട്ടയിലെ അവസ്ഥ, തെരുവിൽ കിടക്കുന്ന രോഗികൾ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവർ, ഭക്ഷണമില്ല, അങ്ങനെ ഒരു മനുഷ്യരെ കാണുന്നു. അപ്പോൾ മദർ തെരേസ മറ്റൊരു സന്യാസ സമൂഹത്തിലാണ്. അപ്പോൾ മദർ തെരേസ എന്ത് ചെയ്യുന്നറിയാവോ? മദർ തെരേസ താൻ കണ്ട ഈ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം അധികാരികളോട് പോയി പറഞ്ഞു. അപ്പോൾ അധികാരികൾ പറഞ്ഞു, നമ്മുടെ സഭയുടെ ക്യാരിസം അതല്ല, ഇത് കേട്ടപ്പോൾ മദർ തെരേസയ്ക്ക് അധികാരികൾ പറഞ്ഞതിനോടൊരു കോപം വന്നു. നമുക്കറിയാം, മദർ തെരേസ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ച് ആ സഭയിൽ നിന്ന് ഇറങ്ങി അങ്ങനെയാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സമൂഹം ഉണ്ടായത്. മദർ തെരേസയ്ക്ക് അധികാരികളോട് കോപം തോന്നിയോ? കോപം തോന്നി. പക്ഷേ മദർ തെരേസയ്ക്ക് തോന്നിയത്, മദർ തെരേസ അധികാരികളെ കുറ്റപ്പെടുത്താനല്ല, മദർ തെരേസ അധികാരികളെ വിമർശിക്കാനല്ല, മദർ തെരേസ താൻ അത്രയും നാൾ ജീവിച്ചിരുന്ന സഭയ്ക്കെതിരെ പ്രതികരിക്കാനല്ല, ആ സഭയെ വിമർശിക്കാനല്ല മദർ തെരേസ ഏൽപ്പിച്ചത്. മദർ തെരേസ താഴ്മയോടെ അധികാരികളുടെ മുമ്പിൽ മുട്ടുകുത്തി, എനിക്ക് ഇങ്ങനൊരു കാര്യം പറയുന്നു. അപ്പോൾ ആത്മീയ പിതാവിനോട് സംസാരിക്കുന്നു. അങ്ങനെ മദർ തെരേസ സഭയുടെ അധികാരത്തോടുകൂടെ ആശീർവാദത്തോടുകൂടെ മദർ തെരേസ ആ മഠത്തിൽ നിന്ന് പുറത്തു വരുന്നു. ഓർക്കുക, ഇവിടെയാണ് എന്ത് സംഭവിച്ചു? ഇന്ന് ലോകം മുഴുവനും എത്തി നിൽക്കുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി, അനേകം പേരുടെ കണ്ണുനീരൊപ്പുന്ന ശുശ്രൂഷ. ഇതെവിടുന്ന് വന്നു? ഇതിൻ്റെ വിത്ത് എവിടുന്ന് വീണു? സത്യം പറഞ്ഞാൽ മദർ തെരേസയ്ക്ക് അധികാരി പറഞ്ഞപ്പോൾ നമ്മുടെ ക്യാരിസം ഇതല്ല, നമ്മൾ ചെയ്യേണ്ട ജോലി ഇതല്ല, ഇത് ചെയ്യാൻ വേറെ സിസ്റ്റേഴ്സ് ഉണ്ട്. ഈ കാര്യം മദർ തെരേസയോട് പറയുമ്പോൾ മദർ തെരേസയ്ക്കുണ്ടായ ഫീലിംഗ് എന്താണ്? ദേഷ്യമാണ്, കോപമാണ്, ക്രോധമാണ്. പക്ഷേ മദർ തെരേസ ഒന്നും മിണ്ടാതെ ആ മദർ സുപ്പീരിയറിൻ്റെ മുമ്പിൽ നിന്ന് മദർ തെരേസ പ്രാർത്ഥനയോടെ അവിടെ നിന്ന് ഇറങ്ങി. തൻ്റെ മുറിയിൽ പോയിരുന്നു, ദിവസങ്ങൾ പ്രാർത്ഥിച്ചു, ബൈബിൾ തുറന്നു വെച്ചു, ഉപവാസം ഇരുന്നു, കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു, വീണ്ടും ആത്മീയ പിതാവിനോട് നിർദ്ദേശം ചോദിച്ചു, വീണ്ടും സുപ്പീരിയറിൻ്റെ മുമ്പിൽ ചെന്നു, താഴ്മയോടെ പറഞ്ഞു, എനിക്ക് ഇതാണ് തോന്നുന്നത്, എന്നെ ഇതിനനുവദിക്കണം, ആശീർവദിക്കണം. മദർ തെരേസ ആശീർവാദത്തോടു കൂടി ആ മഠം വിട്ടിറങ്ങുന്നു. ആ മഠം വിട്ടിറങ്ങി മദർ തെരേസ ഇതാ നമുക്ക് കാണുന്നു, കൽക്കട്ട തെരുവുകളിൽ എല്ലാവരുടെയും അമ്മയായിട്ട് മാറുന്നു. ഓർക്കുക, നമുക്കും പല കാര്യത്തോട് കോപം ഉണ്ടാകുന്നുണ്ട്, പല കാര്യങ്ങളോടും നമുക്കും കോപം ഉണ്ടാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കോപം നന്മയ്ക്ക് കാരണമാകുന്നുണ്ടോ? ഈ കോപം അത് സ്നേഹത്തിൽ നിന്ന് വരുന്നതാണോ? ആ കോപം നമ്മളെങ്ങനെ കോപത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു? ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. കോപം നന്മയിലേക്ക് നയിക്കുന്നുണ്ടോ? ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. കോപം നന്മയിലേക്ക് നയിക്കുന്നുണ്ടോ? ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതെ കോപം ഉടനെ തന്നെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു, അങ്ങനെയല്ല. കോപം, പ്രിയപ്പെട്ടവരെ, രണ്ട് രീതിയിലുണ്ട്. കോപം രണ്ട് രീതിയിൽ വരുന്നത് ഞാൻ പറഞ്ഞു. യേശു കോപിക്കുന്നു, യേശു ശിശുക്കളെ കൈകളിലെടുത്ത് അനുഗ്രഹിക്കുന്നു. യേശു കോപിക്കുന്നു, യേശു ആ രോഗിയെ സുഖപ്പെടുത്തുന്നു. യേശു കോപിക്കുന്നു, യേശുവിൻ്റെ അടുത്ത് വന്നവരെ അനുഗ്രഹിച്ച് അവരെ സൗഖ്യത്തിലേക്ക്, നന്മയിലേക്ക് നയിക്കുന്നു. കണ്ടോ, കോപം യേശുവിൽ പോലും വരുന്നുണ്ട്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ ബീയിങ്. യേശു ഒരേ സമയം മനുഷ്യനും ദൈവവുമാണ്. ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ കോപിക്കുന്നു. ഇപ്പോൾ മക്കൾ പഠിക്കുന്നില്ല, പഠിക്കാൻ പറഞ്ഞു, നമ്മൾ വന്ന് നോക്കുമ്പോൾ അവർ TV കണ്ടുകൊണ്ടിരിക്കുന്നു, മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ദേഷ്യപ്പെടും. പക്ഷേ ആ ദേഷ്യം മക്കളെ തിരുത്തുന്നത് കൂടിയാകണം. ആ കോപത്തിൻ്റെ എൻഡ് അവരോടുള്ള വെറുപ്പിൽ നിന്നാകരുത്. ദേഷ്യം, അല്ലെങ്കിൽ നമുക്ക് എന്ത് കയ്യിൽ കിട്ടിയതെടുത്ത് അടിച്ചു, ഉപദ്രവിച്ചു, അവരെ എല്ലാവരുടെയും മുമ്പിൽ ഇൻസൾട്ട് ചെയ്തു, അതല്ല. ഒരുപക്ഷെ ദേഷ്യം തോന്നും, നമ്മളവരെ തിരുത്തേണ്ട രീതിയുണ്ട്.
തിരുത്തേണ്ട രീതിയുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുക, കോപം ഒന്ന് അത് സ്നേഹത്തിൽ നിന്ന് വരണം, അത് നന്മയ്ക്ക് കാരണമാകണം. അപ്പോൾ നമ്മുടെ കോപം, പ്രിയപ്പെട്ടവരെ, നന്മയ്ക്കും സ്നേഹത്തിൽ നിന്ന് വരുന്നതെങ്കിൽ അടുത്ത ഉടനെ തന്നെ എന്ത് സംഭവിക്കുന്നറിയാവോ? നമുക്കറിയാം, കോപം ഉറപ്പായിട്ടും എന്തിന് കാരണമാകും? മറ്റൊരാൾ വേദനിക്കാൻ കാരണമാകും. നമുക്ക് ദൈവികമായതാണെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഫ്രം ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ, ഉടനെ തന്നെ നമ്മൾ ക്ഷമ ചോദിക്കും, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ കൺസോൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറും. സാരമില്ല, അപ്പം അങ്ങനെ ചെയ്തതാണ്. അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ അടുത്ത് വിളിച്ച് ആ വ്യക്തിക്കുണ്ടായ ഒരു മുറിവിനെ നമ്മൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. യേശുവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഫരിസേയർക്ക് കോപമുണ്ടായി. ഫരിസേയർ അടുത്ത് എന്താ ചെയ്യുന്നത് അറിയാവോ? ഫരിസേയർ പോയി യേശുവിനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആകുലം തുടങ്ങി. ഇതാണ്. അപ്പോൾ മറ്റത് കോപിക്കും. ഇനി കോപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? പിന്നെ ഞാൻ ആ വ്യക്തിയെ മോശമാക്കാനുള്ള വഴികൾ അന്വേഷിക്കും. ഇഫ് ഇറ്റ് ഈസ് കം ഫ്രം ഈവിൾ സ്പിരിറ്റ്, എൻ്റെ കോപം പിശാചിൽ നിന്നാണെങ്കിൽ ഒറ്റ കാര്യം സംഭവിക്കും. ഞാൻ കോപിക്കാനുണ്ടായ കാരണം ഉണ്ട്. ഇനി അതിൻ്റെ പിന്നിൽ ഞാൻ 100 കാരണങ്ങൾ കണ്ടെത്തും. ശ്രദ്ധിച്ചോളുക. ഇപ്പം ഇമ്മീഡിയറ്റ്ലി ഞാൻ കോപിച്ചു, അപ്പം ഞാൻ കോപിക്കാനൊരു കാരണമുണ്ട്. ഇനി ഞാൻ അതിനെ സാധൂകരിക്കാൻ, എൻ്റെ കോപത്തെ ജസ്റ്റിഫൈ ചെയ്യാൻ ഞാൻ കാരണങ്ങൾ കണ്ടെത്തും. അന്ന് ഇതുപോലെ തന്നെ ചെയ്തില്ലേ, അന്ന് ഇങ്ങനെ തന്നെ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇതല്ലേ എല്ലായിടത്തും നിൻ്റെ സ്വഭാവം. ഇങ്ങനെ നമ്മൾ കോപിക്കുവാൻ കാരണങ്ങൾ കണ്ടെത്തും. ആ കോപം ഒരിക്കലും ആ വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു ഇമ്മീഡിയറ്റ് ഒരു ആക്ഷൻ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ ആ വ്യക്തി റിപ്പൻറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മകൻ ഒരു 2-3 വർഷം മുമ്പ് അവൻ പറയാതെ അവൻ വീട്ടിൽ നിന്ന് പോയി രാത്രി വന്നപ്പോൾ അവൻ മദ്യപിച്ച്, അവൻ അല്പം കൂട്ടുകാരോടൊപ്പം എന്തെങ്കിലും ലഹരി എന്തോ കഴിച്ച് അവൻ ബൈക്കിൽ വീണു. അത് കേസായി, അവൻ ഹോസ്പിറ്റലായി. അതെല്ലാം സംഭവിച്ചിട്ട് 3 വർഷം അവൻ ഒരു നല്ല ഇതിലേക്ക് വന്നു. അവൻ നല്ല ഒരു വിശുദ്ധിയിലേക്ക് വന്നു. അവൻ മദ്യം, ലഹരി എല്ലാം ഉപേക്ഷിച്ചു. 3 വർഷത്തിന് ശേഷം ഒരു ദിവസം അപ്പനും അമ്മയും ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ 6 മണിക്ക് വരേണ്ടവൻ ഇപ്പോൾ കൂട്ടുകാരുടെ കൂടെ എവിടെ പോയിട്ട് ഒരു 10 മണിയാകുമ്പോൾ കയറി വരുന്നു. നീ എന്താ 10 മണിക്ക് വന്നത്? ഇപ്പോൾ ഇത്രയും സമയം കുടുംബ പ്രാർത്ഥനയ്ക്കില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനില്ല എന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടാം. എന്നാൽ ഇമ്മീഡിയറ്റ്ലി 3 വർഷം മുമ്പ് നീ കാരണം എന്തൊക്കെ പ്രശ്നമുണ്ടായി, നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതരായി, കണ്ടോ, 3 വർഷം മുമ്പ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം അവനെ ഹേർട്ട് ചെയ്യുക എന്നതാണ്. 3 വർഷം മുമ്പുണ്ടായ പ്രശ്നം, അവൻ അതിൽ നിന്ന് മാറി. അവൻ ഇന്ന് ലഹരിയൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ അന്നത്തേൽ നിന്ന് ഒരുപാട് മാനസാന്തരം ഉണ്ടായി. എന്നാൽ അവൻ്റെ മാനസാന്തരത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ എടുത്ത് കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം അതാണ്. അത് എന്താണ്? മറ്റൊരാളെ മുറിവേൽപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ, അവൻ്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ടല്ല, അവനെ മുറിവേൽപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കോപിക്കുന്നു. അപ്പോൾ അവനെ മുറിവേൽപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ. ഇപ്പം സത്യം പറഞ്ഞാൽ ദൈവത്തിൽ നിന്നാണ് ആ കോപമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവിടെ ഉടനെ ക്ഷമ ചോദിക്കും. 2, ഇപ്പം നമുക്കറിയാം, നമ്മൾ കോപിക്കും. ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ്, അച്ഛാ കോപിക്കാനൊരു കാരണം ഉണ്ടായിരുന്നു, ഇതുപോലെ ചെയ്തിട്ടാണ്. നമുക്കറിയാം ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമുക്ക് ദേഷ്യം വരാനുള്ള കാരണങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളുടെ ചിന്തയനുസരിച്ച് എല്ലാവരും പെരുമാറണമെന്നില്ല. നമ്മൾ ഓർത്ത് നോക്ക്, നമ്മൾ ഒരു സെക്കൻഡ് ആരോട് നമ്മൾ കോപിക്കുന്നുവോ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കിക്കേ. ചിലപ്പോൾ നമ്മൾ റോങ് കൺസെപ്റ്റിലായിരിക്കും കോപിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. മലബാറിലൊരു സ്ഥലത്ത് പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുകയാണ്. അപ്പോൾ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ പ്രത്യേകത, ഇടവകയിൽ പല കുടുംബ യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആദ്യത്തെ ദിവസം ഞായറാഴ്ച ഒരു കുർബാനയുള്ളൂ. അപ്പോൾ പള്ളിയുടെ മുറ്റത്താണ് എല്ലാ കുടുംബ യൂണിറ്റുകാരും വരുന്നു. പള്ളിയുടെ മുറ്റത്ത് വച്ചാണ്, പള്ളിയുടെ അങ്കണത്തിൽ വച്ചാണ് ഈ ധ്യാനം നടക്കുന്നത്. അപ്പോൾ ഓരോ കുടുംബ യൂണിറ്റും അവരുടെ കുടുംബ യൂണിറ്റിൻ്റെ ഒരു പരിധിയിൽ ഒരു സ്ഥലത്ത് സംഘടിച്ച് ജാഥയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ജാഥയായിട്ട് വരുന്നു. അപ്പോൾ ഇതൊരു മലബാറിലൊരു സ്ഥലത്തെ പള്ളിയാണ്. അപ്പോൾ മലബാറിലെ സ്ഥലം നമുക്കറിയാം, കുറച്ച് മല കാണും, മിക്കവാറും മലയുടെ മുകളിലായിരിക്കും പള്ളി, താഴത്ത് റോഡ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഏകദേശ രൂപങ്ങൾ. അപ്പോൾ സംഭവിച്ച കാര്യം ഇതാണ്. അങ്ങനെ വൈകുന്നേരം 5 മണിയായി.
ആ ഇടവകയിൽ 18 കുടുംബ യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഓരോ യൂണിറ്റും ഇങ്ങനെ ജാഥയായിട്ട് വരും. അപ്പോൾ ഓരോ യൂണിറ്റിനെയും പ്രതിനിധീകരിക്കുന്ന ഒരു പേപ്പൽ പതാകയുണ്ട്. അപ്പോൾ പേപ്പൽ പതാകയുണ്ട്. അപ്പോൾ ചില യൂണിറ്റുകാർ അടുത്തു നിന്നാണ്, ചിലർ വളരെ മലബാറിലൊക്കെ ചില കുടുംബ യൂണിറ്റുകാർ മലയൊക്കെ കയറി 5 കിലോമീറ്റർ അപ്പുറത്തു നിന്നൊക്കെ വരേണ്ടി വരും ചിലപ്പോൾ ഈ പള്ളിയിലേക്ക്. അപ്പോൾ അവർക്ക് നടന്ന് ക്ഷീണിച്ച് വരണം. അപ്പോൾ ഏതാണ്ട് 5 മണിയാകുമ്പോൾ എല്ലാ ജാഥയും എത്തണമെന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിർദ്ദേശം കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ ഒരു അച്ഛൻ ഈ നിർദ്ദേശം കൊടുത്തു. അച്ഛൻ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ ജാഥകളും വന്നുകൊണ്ടിരിക്കുക. എല്ലാ ജാഥകളും വന്നു. 17 ജാഥയായി. അപ്പം അച്ഛൻ നോക്കുമ്പോൾ ഒരു പതാക ആ വഴിയിൽ വന്ന് നിൽപ്പുണ്ട്. അത് അകത്തേക്ക് വരുന്നില്ല. അപ്പം അച്ഛൻ ഇങ്ങനെ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു, കയറി വരിക. അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അച്ഛൻ വീണ്ടും അനൗൺസ് ചെയ്തു, ഞാൻ ആ വഴിയിൽ നിൽക്കുന്ന ജാഥയോടാണ് പറയുന്നത്, അത് കയറി വരിക. ഒരനക്കവും ഇല്ല, അത് വഴിയിൽ തന്നെ നിൽക്കുകയാണ്. അച്ഛൻ കുറച്ചുകൂടി ചൂടായി. നിങ്ങൾ മലയാളം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ എന്ന് പറഞ്ഞ് അച്ഛൻ വീണ്ടും ആ വഴിയിൽ നിൽക്കുന്നു. അച്ഛൻ നോക്കുമ്പോൾ ഒരു പേപ്പർ പതാക കാണുന്നു. അച്ഛൻ ചിന്തിച്ചിരിക്കുന്നത് അത് ജാഥയുടെ മുമ്പിൽ പിടിച്ചിരിക്കുന്ന പേപ്പർ പതാകയാണ്, വരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന പാട്ടുകാരൻ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അത് ആ മതിൽ കെട്ടിയിരിക്കുന്ന പേപ്പർ പതാകയാണ്, മറ്റേ യൂണിറ്റ് ഇനിയും വരാനുണ്ട്. അച്ഛൻ നോക്കുമ്പോൾ ഈ പേപ്പർ പതാക കൃത്യമായിട്ട് വഴിയിൽ പിടിച്ചിരിക്കുന്നതായിട്ട് അച്ഛൻ തോന്നുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ ദേഷ്യപ്പെടുന്നത്. പക്ഷേ ആക്ച്വലി ആ ജാഥ അവിടെ എത്തിയിട്ടില്ല, ആ റാലി അവിടെ എത്തിയിട്ടില്ല. അത് മതിൽ കെട്ടിയിരിക്കുന്നതാണ്. പക്ഷെ അച്ഛൻ്റെ കാഴ്ചയിൽ അതിതാണ്. അപ്പം നമ്മൾ കാണുന്നത് ആണ് നമ്മൾ വിധിക്കുന്നത്. ഞാൻ ഒരിക്കലും ഓർക്കുകയാണ്, ഒരു ഓപ്പൺ മിഷൻ ധ്യാനത്തിൽ ഞാൻ ഡയറക്ടറായിരുന്നപ്പോൾ അവിടെ സംഭവിച്ചൊരു കാര്യം. അപ്പോൾ എല്ലാവരും കസേരയിൽ വന്നിരിക്കുക, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ പള്ളിയുടെ മോണ്ടളത്തിൽ പള്ളിയുടെ മുമ്പിൽ ഇരിക്കുന്ന കുറച്ച് പേര് കസേര തന്നെ ഇരിക്കുക. അപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് നിൽപ്പുണ്ട്. സിസ്റ്റേഴ്സൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു, ഇവർ മാത്രം ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വികാരിച്ചൻ എൻ്റെ അടുത്തുണ്ട്. വികാരിച്ചൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ അതെ ഒരു കാര്യമുണ്ട്, അത് നമുക്കിവിടെ ഈ കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരു സ്ഥാപനമുണ്ട്, അവരാണ് അവിടെ ഇരിക്കുന്നത്. ആക്ച്വലി ഞാൻ ദേഷ്യപ്പെടാൻ പോയതാണ്, എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ലേ. കാരണം ഞാൻ നോക്കുമ്പോൾ അവർ വളരെ നല്ല സാരിയും ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചയിലാണ് അവരങ്ങനെ. പക്ഷെ അവരുടെ കാലിന് അങ്ങനെ പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കോപിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്ത് കാര്യത്തെ ഓർത്ത് കോപിക്കുന്നുവോ അയാളുടെ ഭാഗത്ത് കൂടി നിന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യം മനസ്സിലാകും. ഇപ്പം ഞാൻ ഒരു ധ്യാന കേന്ദ്രത്തിലുള്ളതാണ്, ധ്യാന കേന്ദ്രത്തിൽ താമസിക്കുന്നവരുണ്ട്. ഞാൻ അവരോട് കോപിക്കുമ്പോൾ, ഞാൻ 12 വർഷം സെമിനാരിൽ പഠിച്ചു, എനിക്കൊരു ടൈം ടേബിൾ ഉണ്ട്, എനിക്കൊരു ഓർഡർ ഉണ്ട്, എനിക്കൊരു ലോജിക്കൽ തിങ്കിങ് ഉണ്ട്. ഇത് പറഞ്ഞ് ഞാൻ 4ാം ക്ലാസ് പഠിച്ചുകൊണ്ട് കോപിക്കുമ്പോൾ ആ കോപത്തിന് അർത്ഥമില്ല. ഞാൻ അവനെ മനസ്സിലാക്കണം. അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചുകൂടി നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ അപ്പുറത്ത് നിൽക്കുന്നയാളെ മനസ്സിലാക്കാതെ വരുന്നു. അത് അപ്പുറത്ത് നിൽക്കുന്നയാളെ മനസ്സിലാക്കാതെ വരുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പല കോപങ്ങളും അതിരുവിടുക എന്നത് മാത്രമല്ല, അത് തിന്മയിലേക്ക് നയിക്കാൻ കാരണമാകുന്നു. അപ്പോൾ കോപത്തിൽ ഒന്നാമത് സംഭവിക്കേണ്ടത്, നമ്മുടെ കോപം നന്മയുമായി ബന്ധപ്പെട്ടതാകണം. അത് സ്നേഹത്തിൽ നിന്നും നന്മയെ ആഗ്രഹിച്ചും കോപിക്കുന്നതാകണം. 2, കോപിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത്, നമ്മൾ ആ വ്യക്തിയെ കൺസോൾ ചെയ്യാനും ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കാനും സാധിക്കണം. അങ്ങനെയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവ്. ആ വ്യക്തി വീണ്ടും മുറിവേൽക്കണം, ആ വ്യക്തി താഴണം, അപമാനിതനാകണം, ആ വ്യക്തി എല്ലാവരും വെറുക്കപ്പെടണം എന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ കോപിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ കോപം ഒരിക്കലും നന്മയല്ല, അതൊരിക്കലും ദൈവികമല്ല. അടുത്ത കാര്യം ഇതാണ്, ഞാൻ കോപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്, എൻ്റെ ഒരു വീക്ഷണകോൺ, എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല, മറ്റൊരാളുടെ അവസ്ഥയെ കൂടി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. എനിക്ക് അപ്പോൾ സാധിച്ചില്ല എങ്കിലും ഞാൻ എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെ പെരുമാറി, ആ വ്യക്തി അങ്ങനെ പെരുമാറാനുള്ള കാരണം, എൻ്റെ മകൻ എന്തുകൊണ്ടങ്ങനെ പെരുമാറി, എൻ്റെ ഭർത്താവ് എന്തുകൊണ്ട് അന്ന് താമസിച്ചു വന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തു, ഇത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പല കാര്യങ്ങളിലും നമുക്ക് മാറ്റമുണ്ടാകാൻ കഴിയും. നമ്മൾ മറ്റൊരാളുടെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കാൻ
തുടങ്ങുന്നിടത്താണ് നമുക്ക് മറ്റൊരാളുടെ ഫീലിങ്ങും മറ്റൊരാളുടെ മനസ്സും കൂടി ചിന്തിക്കാൻ തുടങ്ങുന്നിടത്താണ് നമുക്ക് കോപത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അടുത്ത കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ കോപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ്. നമ്മൾ കോപിക്കാം, എന്നാൽ വചനം പറയുകയാണ് സാത്താൻ ഇടം കൊടുക്കരുത്. അപ്പോൾ കോപിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സാത്താൻ ഇടം കൊടുക്കരുത്. നമ്മൾ ആ വ്യക്തിയെ ക്ഷമിക്കുക, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആ വ്യക്തിയുടെ നന്മ ആഗ്രഹിക്കുക. ഇനി നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഭാര്യ ഭർത്താവ് തമ്മിൽ വഴക്കുണ്ടാകും. സൂര്യൻ അസ്തമിക്കുന്നത് വരെ പോകരുത്. എന്ന് വെച്ചാൽ ആ രാത്രിയിൽ ആ ദാമ്പത്യ ജീവിതത്തിലെ കോപം അവസാനിക്കണം. രാവിലെ കുട്ടികളുടെ ഒരു ഇഷ്യൂവിൽ, സാമ്പത്തികമായൊരു കാര്യത്തിൽ ഭർത്താവ് ഉത്തരവാദിത്വം ചെയ്യാതിരുന്നത് കൊണ്ട്, ഭാര്യ കൃത്യമായിട്ട് കാര്യം ചെയ്യാതിരുന്നത് കൊണ്ട് കോപിക്കാം. എന്നാൽ രാത്രി സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകരുത്. എന്ന് വെച്ചാൽ എന്താ? അത് ഇടം കൊടുക്കും. എങ്ങനെയെങ്കിലും സാത്താൻ ഇടിച്ചു കയറാൻ നോക്കിക്കൊണ്ട് നിൽക്കുക. സാത്താൻ എങ്ങനെയെങ്കിലും ഡോറ് നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കയറാൻ എങ്ങനെയെങ്കിലും ഒരു വാതിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുക പിശാച്. അപ്പോഴാണ് നിങ്ങൾ മക്കളുടെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഭർത്താവ് ചെയ്ത, ഭാര്യ ചെയ്ത ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ നിങ്ങൾ കോപിക്കുന്നു. ഓക്കെ, കോപം ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ ആ ഭാര്യയെ അല്ലെങ്കിൽ ആ ഭർത്താവിനെ, ആ മക്കളെ ആശ്വസിപ്പിക്കാനും അവരെ സ്നേഹിക്കാനും അവരെ നമ്മൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കണം. ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യം, എന്നെ വീട്ടിലൊക്കെ അപ്പൻ തല്ലുമ്പോൾ, പണ്ട് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അപ്പൻ വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ തല്ലുമ്പോൾ, റെയറായിട്ട് തല്ലുള്ളൂ. തല്ലിയാൽ അത് ഒന്നൊന്നര തല്ലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ച് അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരോട് വഴക്കിട്ടു, കൂട്ടുകാർ നമ്മളോട് വഴക്കിടാൻ വന്നൊന്നും കാരണമില്ല. അപ്പോൾ നമ്മളോട് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് തല്ലിയിട്ടുണ്ട്. തല്ലിക്കഴിഞ്ഞാൽ, എനിക്ക് തല്ലുമ്പോൾ നമുക്കറിയാം, തല്ലുമ്പോൾ വേദനയുണ്ട്, അതിന് പ്രതികരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് തല്ലിക്കഴിഞ്ഞ് ഭയങ്കര സന്തോഷമാണ്. കാരണം തല്ലിക്കഴിഞ്ഞ് മിക്കവാറും അന്ന് രാത്രിയിൽ തല്ലുന്നത് റെയറാണെങ്കിലും അത് ഒരുമാതിരി തല്ലലായിരിക്കും. പക്ഷേ തല്ലിക്കഴിഞ്ഞ് ഒരു സന്തോഷമുള്ളത് മിക്കവാറും അന്ന് വൈകുന്നേരം ചിലപ്പോൾ എവിടെയെങ്കിലും പുറത്ത് കൊണ്ടുപോകും, സിനിമയ്ക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം മേടിച്ചു കൊണ്ടുവരും. ഞാനിത് പറയുമ്പോൾ നമ്മളുടെ കുടുംബത്തിൽ അനുദിന ജീവൻ സംഭവിക്കുന്ന, മക്കളെ തല്ലാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല എന്നില്ല. മക്കളെ തല്ലണം. ഒരു ടീച്ചറാണെങ്കിൽ കുട്ടികളെ അടിക്കണം, അല്ലെങ്കിൽ അത് വഴക്ക് പറയണം. ഇത് സംഭവിക്കണം. കാരണം അത് ശിക്ഷണം എന്നത് പ്രധാനപ്പെട്ട. എന്നാൽ ആ ശിക്ഷണത്തിലൂടെ ഏറ്റ മുറിവുകൾ സ്നേഹത്തിലൂടെ സുഖപ്പെടുത്താൻ സാധിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹം മക്കളിലേക്കും നമ്മൾ ആരുടെ മേൽ കോപം കൊണ്ടുവന്നുവോ അവരിലേക്കും ചെല്ലുന്നത്. അപ്പം നമ്മൾ അനുദിന ജീവിതം നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക, നമ്മളൊന്ന് പരിശോധിക്കുക, നമ്മുടെ കോപം എവിടെ എത്തുന്നു. നമ്മുടെ കോപം നന്മയ്ക്ക് കാരണമുണ്ടോ? ഒരു അപ്പൻ കോപിക്കരുതെന്ന്, ഒരു ഭർത്താവ് ഭാര്യ കോപിക്കരുതെന്ന്, ഒരു ടീച്ചർ കോപിക്കരുതെന്ന്, ഒരു ഇടവവികാരി കോപിക്കരുതെന്ന് അർത്ഥമില്ല. കോപിക്കാം. പക്ഷേ ആ ഇടവവികാരി കോപിച്ചു കഴിഞ്ഞ്, ഒരു ഇടവവികാരി ഒരു ഇതിൽ വെച്ച് എന്തെങ്കിലും കാരണത്തിൽ കോപിച്ചു കഴിയുമ്പോൾ ആ വീട്ടിൽ ചെന്ന് ആ വീടിനോടൊപ്പം അവരോടൊപ്പം ഇരിക്കാനും അവരോടൊപ്പം സംസാരിക്കാനും ആ വീടിനെ നമ്മൾ ഓർക്കുക. ഇന്ന് അനേകം പേര് വിശ്വാസത്തിൽ നിന്ന് പോകാൻ കാരണം, അനേകം ദാമ്പത്യ ജീവിതങ്ങൾ തകരാൻ കാരണം ഈ ഒരു കാര്യമാണ്. എത്രയോ പേര് സഭയോടുള്ള ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നിന്ന് പോകുന്നു. അച്ഛന്മാർ വരുത്തി വെച്ച കോപം, അല്ലെങ്കിൽ ചിലപ്പോൾ കുമ്പസാരക്കൂട്ടിലായിരിക്കും ഒരു പാവം പറഞ്ഞ്, ചിലർ കുമ്പസാരക്കൂട്ടിൽ പാവം പറഞ്ഞ് ഇനി മേലെ കുമ്പസാരിക്കാൻ തീരുമാനം കുമ്പസാരിക്കുകയെന്ന് തീരുമാനിച്ച് എത്ര പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരച്ഛൻ കോപിച്ചു. ആ അച്ഛൻ വൈകുന്നേരം ആകുമ്പോൾ വണ്ടിയെടുത്ത് ആ വീട്ടിൽ ചെന്ന് ആ വീടിനോടൊപ്പം ഇരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ കുടുംബം എന്ത് കാര്യത്തിന് വേണ്ടി കോപിച്ചുവോ ആ കാര്യം നന്മയാവുകയും ആ കാര്യത്തിൽ ഒരു ദൈവിക ഇടപെടൽ കടന്നു വരികയും ചെയ്തു. അല്ലാതെ പിറ്റേ ആഴ്ച അവനെ കമ്മിറ്റിയിൽ നിന്ന് മാറ്റുക, അവൻ്റെ കുട്ടികളെ പഠിക്കേണ്ടത് അവൻ്റെ കുട്ടികളെ കുറ്റം പറയുക, ഇതല്ല. മറിച്ച് നമ്മൾ കോപം വരും. ആ കോപം ആ കുടുംബത്തിൻ്റെ ഞാൻ ആരുടെ മേൽ കോപിക്കുന്നുവോ അവരുടെ നന്മയ്ക്കും വിശുദ്ധീകരണത്തിനും അനുഗ്രഹത്തിനും കാരണമാകണം. അപ്പോൾ കോപിക്കാം, പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപത്തിൽ തിന്മയ്ക്ക് ഇടം കൊടുക്കാതിരിക്കുക പ്രിയപ്പെട്ടവരെ. അതിനാൽ കോപത്തിനെതിരായ കാര്യം ക്ഷമ, സ്നേഹത്തിൽ വളരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ ഈ വചനം തന്നെ നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. എഫേസ്യോസ് 4:26 കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കരുത്. സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. എഫേസ്യോസ് 4:26 കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം നമ്മിൽ കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ആരാധനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട
ഒരു മേഖല ഇന്ന് കോപത്തെക്കുറിച്ചാണ്. കാരണം അനേകം ബന്ധങ്ങളെ, അനേകം വ്യക്തികളെ തകർക്കുന്നതും എന്നാൽ ബൈബിൾ ആകാമെന്ന് പറയുന്നതുമായ ഒരു മൂലപാപമാണ് കോപിക്കാം. യേശു കോപിച്ചു. പ്രിയപ്പെട്ടവരെ, മദർ തെരേസയ്ക്ക് കോപം തോന്നി. അതെല്ലാം രക്ഷാകരമായി നന്മയായി മാറി. അതിനാൽ നമ്മൾ ഈ ആരാധനയിൽ നമ്മുടെ ഈ ഒരു മൂലപാപത്തെ സമർപ്പിച്ച് അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കം നിൻ പുകൾ പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആരാധനയെന്നും ഈശോയ്ക്ക് മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകൾ പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആത്മനാഥ നിനക്കാരാധന, ആത്മജരീകിടുമാരാധന. 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ പൂർണ്ണമായും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്ക 6:19 യേശു ഇറങ്ങി അവരുടെ മധ്യേ വന്നു നിന്നു. ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്നിടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യത്താൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കട്ടെ. യെശയ്യാ 35:3 മുതലുള്ള വചനം: ദുർബലമായ കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവമായ കർത്താവ് വരുന്നു. പ്രിയപ്പെട്ടവരെ, ബലഹീനമായ കരങ്ങളെ വചനം പഠിപ്പിക്കുകയാണ്. ദുർബലമായ കരങ്ങളെ ശക്തിപ്പെടുത്തുക, ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുക. ദുർബലമായ കരങ്ങളെ ശക്തിപ്പെടുത്തുക,
ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുക. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുക, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം വരുന്നു. പല കാര്യത്തെയോർത്ത് ഭയപ്പെട്ടിരിക്കുന്നവരോട്, പല കാര്യത്തെയോർത്ത് ദുഃഖിക്കുന്നവരോട് വചനം പറയുന്നു, ഭയപ്പെടേണ്ട. ചെയ്യേണ്ട കാര്യം ഇതാണ്: നിങ്ങളുടെ ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുക, ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുക. ദുർബല കരങ്ങളെ, താഴ്ന്നു പോയ പ്രാർത്ഥനയിലെ കരങ്ങളെ ശക്തിപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, കുറവ് വന്ന മുട്ടിന്മേലുള്ള പ്രാർത്ഥനയിലുള്ള നിൽപ്പ് അത് വീണ്ടും ശക്തിപ്പെടുത്തുക. അതിനാൽ ദുർബലമായ കരങ്ങൾ ശക്തിപ്പെടട്ടെ, ബലഹീനമായ കാൽമുട്ടുകൾ വീണ്ടും ഉറയ്ക്കട്ടെ പ്രാർത്ഥനയിൽ. അപ്പോൾ നിങ്ങളുടെ കർത്താവ് വരുന്നു എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ഈ നിമിഷം ഈ വചനം നമ്മിലെല്ലാവരിലും അഭിഷേകമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഈശോയുടെ അനന്ത സാന്നിധ്യം, അനന്ത സ്നേഹം നമ്മളിലേക്ക്, നമ്മളായിരിക്കുന്നിടങ്ങളിലേക്ക് യേശുവെ കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. പ്രിയപ്പെട്ടവരെ, മൂലപാപങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിച്ചത് കോപം എന്ന മൂലപാപത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കുവാൻ നൽകിയ വചനം എഫേസോസ് 4:26. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ. കോപിക്കാം, പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ എന്ന് വചനം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈശോ കോപിക്കുന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. മർക്കോസ് 10 നമ്മൾ ഇപ്രകാരം വായിക്കും: ഇതാ, ഇത് കണ്ടപ്പോൾ യേശു കോപിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ചു, അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുഗ്രഹിക്കുക, അവരെ തടയരുത്. ശിശുക്കളെ ആശീർവദിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ ശിശുക്കളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ തടയുന്നു. ശിഷ്യന്മാർ തടയുമ്പോൾ അടുത്ത വചനം ഇങ്ങനെയാണ്: ഇത് കണ്ട് യേശു കോപിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് യേശു ശിശുക്കളെ കരങ്ങളിലെടുത്ത് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ കോപം അനുഗ്രഹത്തിന് വഴിമാറുന്നു. അല്ലെങ്കിൽ യേശുവിൻ്റെ കോപത്തിൻ്റെ ലക്ഷ്യം ആ മാതാപിതാക്കൾക്കൊരു വിഷമം ഉണ്ടാകരുത്. യേശുവിൻ്റെ കോപത്തിൻ്റെ ലക്ഷ്യം യേശുവിനുണ്ടായൊരു ബുദ്ധിമുട്ട് കൊണ്ടല്ല. യേശുവിനുണ്ടായ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് ശിഷ്യന്മാർ ശിശുക്കളെ തടയുന്നത്. എന്നാൽ യേശു നോക്കുന്നത് മറ്റുള്ളവർക്കുണ്ടായ ബുദ്ധിമുട്ടിലേക്കാണ്. മറ്റുള്ളവരിലേക്കുണ്ടായ ബുദ്ധിമുട്ട്, അതിനെ ശിഷ്യന്മാരോട് കോപിക്കുന്നു. കോപിച്ച യേശു പിന്നീട് ശ്രദ്ധ ആ കുട്ടികളെ യേശു കരങ്ങളിലെടുക്കുന്നു. തൊട്ടനുഗ്രഹിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുട്ടികളെ കരങ്ങളിലെടുക്കുന്നു. എന്ന് വച്ചാൽ ഏറ്റവും സ്നേഹപരമായ പ്രവൃത്തിയാണ് പിന്നെ യേശുവിൽ നിന്ന് വരുന്നത്. കോപത്തിനപ്പുറത്ത് യേശുവിൽ നിന്ന് വരുന്ന പ്രവൃത്തി ഏറ്റവും സ്നേഹം. യേശു കുട്ടികളെ കരങ്ങളിലെടുത്ത് അവരെ മാറോട് ചേർത്ത് പിടിക്കുന്നു. ഏറ്റവും സ്നേഹം തോന്നുമ്പോൾ നമ്മൾ കുട്ടികളെ എടുക്കുന്നു. ഏറ്റവും സ്നേഹകരമായ പ്രവൃത്തിയാണ് പിന്നെ യേശുവിൽ നിന്ന് വരുന്നത്. അപ്പോൾ യേശു കോപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് നമ്മൾ കാണുന്നു യേശു ചോദിക്കുന്നുണ്ട്, നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ?
അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യത്തിൽ യേശു ക്രോധത്തോടെ നോക്കി. എന്നിട്ട് അടുത്ത് യേശു അവർക്ക് സൗഖ്യം നൽകുന്നു, ആ രോഗിയെ സുഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, കോപിക്കാം, കോപം ഉണ്ടാകാം. വീണ്ടും യേശു ദേവാലയത്തിൽ കാണാൻ പാടില്ലാത്തത് കണ്ടപ്പോൾ യേശു കോപിക്കുന്നുണ്ട്. യേശു കോപത്തോടെ പെരുമാറുന്നുണ്ട്. കാരണം യേശു പഠിപ്പിക്കുന്നു, ഇത് പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാണ്. അപ്പോൾ കോപം നമ്മൾ വരുന്നു. എന്നാൽ നമ്മൾ അനേകം പേര് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കോപം. പ്രിയപ്പെട്ടവരെ, കോപിക്കാം, പാപം ചെയ്യരുത്. അടുത്ത വചനം, സൂര്യൻ അസ്തമിക്കുന്നത് വരെ അത് നീണ്ടു പോകരുത്. അത് കഴിഞ്ഞു വരുന്ന വചനം 27-ാമത്തെ വചനം, സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. അപ്പോൾ സാത്താൻ ഇടം കൊടുക്കുന്നത് എപ്പോഴാണ്? ഒന്ന്, എനിക്ക് കോപമുണ്ടാവുക, ഞാൻ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം പേര് ഒരു പക്ഷെ കുമ്പസാരത്തിൽ ഏറ്റുപറയുന്ന ഒരു പാപമാണ് കോപിക്കുന്നു എന്ന പാപം. അതുകൊണ്ട് നമ്മൾ, പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങളാണ്. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ഭൗതിക കാര്യം സാധ്യമാക്കുവാൻ വേണ്ടിയുള്ളത് മാത്രമല്ല, നമുക്ക് ചില മേഖലകളിൽ വിടുതൽ വേണം. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക, നമ്മൾ നല്ലതുപോലെ നമ്മളെ പരിശോധിക്കുക. എന്നിൽ ഈ കോപം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ കോപം വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കോപിക്കുമ്പോൾ, രണ്ട്, കോപിക്കാൻ ഒരു കാരണമുണ്ട്. നമ്മളൊരു ഡിസോർഡർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ശരിയല്ലാത്തൊരു കാര്യം കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും പറയുന്നൊരു ന്യായീകരണമാണ് കോപിക്കുമ്പോൾ, അത് ഇന്നത് കാരണം കൊണ്ടാണ് കോപിക്കുന്നത്. there ഈസ് എ ഡിസോർഡർ. അവിടെ ഒരു ക്രമരഹിതമായ കാര്യമുണ്ട്, അവിടെ ഒരു പ്രശ്നമുണ്ട്, അവിടെ ഒരു ലോഫുൾ അല്ലാത്ത, നിയമകരമല്ലാത്തൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കോപിക്കുന്നു. ഓക്കെ, അങ്ങനെ കോപിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, മറ്റൊരാൾ വേദനിപ്പിക്കപ്പെടും. കോപിച്ചു കഴിഞ്ഞുള്ള എൻ്റെ നിലപാടെന്താണ്? ഞാൻ ആ അപ്പോൾ കോപിച്ചതിനെ ഓർത്ത് എനിക്കൊരു ദുഃഖം. ആ വ്യക്തിയെ ആശ്വസിപ്പിക്കുവാനും ഒരു സോറി പറയാനും ക്ഷമ ചോദിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കോപിച്ച കാര്യം, ഞാൻ എന്ത് കാര്യത്തിന് വേണ്ടി കോപിച്ചു, ആ കാര്യം ഞാൻ ക്ഷമ ചോദിക്കുന്നത് കൊണ്ട്, ഞാൻ കോപിച്ച കാര്യം, ഞാനിപ്പോൾ ഞാൻ എൻ്റെ മകളോട് പഠിക്കാൻ പറഞ്ഞു, മൊബൈൽ ഉപയോഗിക്കുന്നു. ഞാൻ കോപിച്ച കാര്യം കറക്റ്റാണ്. ഞാൻ ക്ഷമ ചോദിക്കുന്നത് കൊണ്ട് അവൻ ചെയ്ത പ്രവൃത്തി തെറ്റല്ലാതാകുന്നില്ല, അത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ കോപിച്ചത്. പക്ഷേ കോപിച്ചപ്പോൾ ഉണ്ടായ മാനസിക മുറിവുണ്ട് മറ്റേയാൾക്ക്. അത് ക്ഷമിക്കുവാൻ, ക്ഷമ ചോദിക്കുവാൻ, അത് ആശ്വസിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? രണ്ട്, ആ കോപത്തിലൂടെ മറ്റൊരാൾ മുറിപ്പെടുന്നത് കണ്ട് എനിക്ക് സന്തോഷമുണ്ടോ? ഞാൻ വിജയിച്ചു എന്നൊരു തോന്നലുണ്ടോ? അല്ലെങ്കിൽ ഞാൻ വീണ്ടും അതിനെ വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞ കാലഘട്ടത്തിലെ പല കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വേദനിപ്പിക്കുന്നുണ്ടോ? അത് ഒരിക്കലും ദൈവികമല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു ദാമ്പത്യ ജീവിതത്തിൽ കോപം ഉണ്ടാകും, ഒരു കുടുംബജീവിതത്തിൽ മക്കളോട് കോപിക്കും, ഒരു പക്ഷെ നമുക്ക് ഒരു അധികാരി എന്ന നിലയിൽ കോപം ഉണ്ടാകും. പക്ഷേ ഞാൻ അടിസ്ഥാനപരമായി ആഗ്രഹിക്കുന്ന നന്മയാണോ? വെറുതെ എല്ലാ ദിവസവും കോപിക്കുക എന്നതല്ല. ഞാൻ എൻ്റെ കീഴിലുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടോ? ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു, എൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട സ്നേഹം, കരുതൽ, മക്കൾക്ക് കൊടുക്കേണ്ട കരുതൽ, ഇതെല്ലാം കൊടുക്കുന്നുണ്ടോ? എൻ്റെ കോപം, എൻ്റെ ദേഷ്യപ്പെടൽ വരുന്നത് സ്നേഹത്തിൽ നിന്നാണോ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൽ നന്മയുണ്ടാകും. അതല്ല എങ്കിൽ അതൊരുപാട് മുറിവേൽപ്പിക്കുന്നു. അനേകം കുടുംബത്തിൽ മക്കൾ മുറിവേൽപ്പിക്കുന്നു. അകാരണമായ കോപം, അകാരണമായി നമ്മളുടെ ഫ്രസ്ട്രേഷൻ, നമ്മളുടെ ചില മാനസിക സമ്മർദ്ദം, സ്ട്രെസ്സ്, ഇതെല്ലാം തീർക്കുന്നത് കുട്ടികളുടെ പുറത്താണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ പുറത്താണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഈ മേഖലയിൽ വിശുദ്ധീകരിക്കപ്പെടണം. സാത്താൻ ഇടം കൊടുക്കരുത്. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് കോപിക്കാം, എന്നാൽ ഓർക്കണം, ആ ഭാര്യ ഭർത്താവ് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്ന് വെച്ചാൽ അവർ പിറ്റേ ദിവസം അത് പോകരുത്. അവരൊന്ന് ക്ഷമ പറയാൻ,
അവരൊന്ന് സ്നേഹിക്കാൻ, അവർ ആ സ്നേഹത്തിലേക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ ദിവസത്തെ അവസാന നിമിഷങ്ങൾ അവർ സ്നേഹത്തിലേക്ക് വരണം, ക്ഷമയിലേക്കും അനുരഞ്ജനത്തിലേക്കും വരണം. ഒരു പക്ഷേ കോപിക്കാം, ആ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ, എന്ന് വെച്ചാൽ ആ കോപത്തിൽ സൂര്യൻ പ്രകാശം അസ്തമിക്കാൻ പാടില്ല, യേശു ഇല്ലാതാകാൻ പാടില്ല. എന്ന് വെച്ചാൽ ആ കോപം, നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി കോപിക്കുന്നുവോ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആ വ്യക്തിയെ സ്നേഹിക്കുവാനും സാധിക്കണം. അതിനാൽ അനേകം പേര് ഒരു പക്ഷേ നമ്മൾ യേശു കോപിച്ചില്ലേ ചോദിക്കുന്നൊരു ചോദ്യമാണ്. പക്ഷേ യേശുവിൻ്റെ കോപം എല്ലാം നന്മയിലേക്ക് മാറി. യേശു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ ഈ മേഖലയിൽ ബന്ധനം അനുഭവിക്കുന്ന അനേകം പേരുണ്ട്. ഈ മേഖലയിൽ മുറിവ് ഏറ്റ ഒരുപാട് പേരുണ്ട്. എൻ്റെ ജീവിത പങ്കാളി അങ്ങനെ പറഞ്ഞതുകൊണ്ട്, മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട്, എൻ്റെ അധികാരി അങ്ങനെ പറഞ്ഞതുകൊണ്ട്, ആ അധികാരിയുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ വൈദികരുടെ കോപത്താൽ മുറിവേറ്റൊരു വ്യക്തിയാണ് ഞാൻ. ഈ നിമിഷം ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, ക്ഷമ കൊടുത്ത് പ്രാർത്ഥിക്കുക. ഞാൻ കാരണം, എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി കാരണം ആരെങ്കിലുമൊക്കെ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ക്ഷമ ചോദിക്കുക. നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് ഈ മേഖലയെ കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ മേഖലയെ നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ മേഖലയിൽ ഒരു സൗഖ്യം, വിടുതൽ കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഈ മേഖലയിൽ വിടുതൽ കടന്നു വരട്ടെ. യേശുവേ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു ബന്ധനത്തിൽ നിന്ന് വിടുതൽ നൽകണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധത്തിൽ, സഹോദര ബന്ധങ്ങളിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സമൂഹ ബന്ധങ്ങളിൽ, കൂട്ടായ്മകളിൽ ഇത് വലിയ ഒരു തടസ്സമാകുന്നു. യേശുവേ, കോപമെന്ന തിന്മയുടെ ശക്തി ഞങ്ങൾ നിർവീര്യമാകട്ടെ. നമുക്ക് ഒരു നിമിഷം കരമുയർത്തി യേശുവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനെന്നാഥ വരുമോ? മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനെന്നാഥ വരുമോ? കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതുന്ന 1 ലേഖനം 14:1 ഇങ്ങനെ പറയുന്നുണ്ട്: സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഏത് കാര്യം ചെയ്യുമ്പോൾ സ്നേഹമുണ്ടാവുക, സ്നേഹമായിരിക്കണം ലക്ഷ്യം. മറ്റൊന്നുമാകരുത് ലക്ഷ്യം. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഞാൻ കോപിക്കുമ്പോൾ, സ്നേഹത്തിൽ, ഇറ്റ് ഷുഡ് കം ഫ്രം ലവ്, സ്നേഹത്തിൽ നിന്ന് വരണം. സ്നേഹമായിരിക്കണം ലക്ഷ്യം. നമുക്കൊന്ന് ഓർത്ത് നോക്കാം. നമ്മൾ പല ഇടങ്ങളിലും കോപിക്കുന്നവരാണ്. ഒരു പക്ഷെ അത് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് കുടുംബ ബന്ധങ്ങളിൽ തന്നെയാണ്. ഒരു പക്ഷേ നമ്മൾ ജോലി ചെയ്തു, പല കാര്യങ്ങളുടെ ടെൻഷൻ, അസ്വസ്ഥതകളിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചിന്തിച്ചതിനും പറഞ്ഞതിനും വിപരീതമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ പെരുമാറുന്നത് നമ്മൾ കാണുന്നത്. അത് മക്കളാകാം, ജീവിത പങ്കാളിയാകാം. നമ്മൾ വല്ലാതെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊക്കെ വരുമ്പോഴാകാം ഒരു ശ്രദ്ധയുമില്ലാതെ, അല്പം പോലും ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് കോപം വരും. പക്ഷേ ഒന്ന്, എനിക്കറിയാം എൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യയുടെ, ഭർത്താവിൻ്റെ, മക്കളുടെ, എൻ്റെ അധികാരിയുടെ കുറവ് എന്താണെന്ന്, അല്ലെങ്കിൽ എൻ്റെ സബോർഡിനേറ്റിൻ്റെ, എൻ്റെ കീഴെ ഉള്ളവരുടെ കുറവ് എനിക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ
നമ്മൾ അത് പ്രാർത്ഥനയുടെ വിഷയമാക്കുന്നുണ്ടോ? അത് പ്രാർത്ഥനയുടെ വിഷയമാക്കുന്നുണ്ടോ? മറ്റൊരാളിലെ കുറവ് നമ്മൾ കോപിക്കുന്നു, ദേഷ്യപ്പെടുന്നത് പ്രാർത്ഥനയുടെ വിഷയമാക്കുന്നുണ്ടോ? 2, നമ്മളാരും പൂർണ്ണരല്ല. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരധികാരി എന്ന നിലയിൽ, അല്ലെങ്കിൽ കോപിക്കുന്ന ഒരു വ്യക്തിയും പൂർണ്ണരല്ല. നമ്മളായിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തത കാണിക്കുന്നില്ല. അപ്പോൾ ഈശോ പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ കണ്ണിൽ തടിക്കഷ്ണമിരിക്കെ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയുവാൻ എങ്ങനെ പറ്റും? അപ്പോൾ കോപിക്കുന്നൊരു വ്യക്തി, നമ്മൾ കോപത്തിൽ ഒരാളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ മറ്റു വിരലുകൾ നമ്മളിലേക്ക് തിരിയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വിശുദ്ധീകരണം നമ്മുടെ ലക്ഷ്യമാകണം. അതിനാൽ ഒരിക്കൽ കൂടി നമ്മളെ സമർപ്പിക്കുക, നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കുക. ആരോടെങ്കിലും ക്ഷമിക്കുവാനോ ക്ഷമ ചോദിക്കുവാനോ, ഈ ക്ഷമയിൽ വളരുവാൻ, ക്ഷമ എന്ന പുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ധ്യാനിക്കുന്ന വചനം എഫെസോസ് 4:26, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഇതാ കോപിക്കുന്ന എന്നോട് ഈശോ പറയുക, മോനെ നീ കോപിച്ചോ, നീ പാപം ചെയ്യരുത്, നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകരുത്. ഇത് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകത്തിലേക്ക് വരിക. നമ്മളുടെ നിയോഗം സമർപ്പിക്കുന്ന സമയമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗം സമർപ്പിക്കുക. ഈ 50 ദിവസം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളിലുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളെ, നിങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ നിയോഗങ്ങളെ ഈ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിങ്ങളിലേക്ക്, അനേകം കുടുംബങ്ങളിലേക്ക് വിശുദ്ധ കുർബാനയുടെ സൗഖ്യം ശക്തി ഇറങ്ങുന്നു. രോഗികൾ, കിടപ്പ് രോഗികൾ സുഖപ്പെടട്ടെ. ഇപ്പോൾ ശരീരത്തിൽ ഏതെങ്കിലും രോഗമോ വേദനയോ ഉണ്ടെങ്കിൽ ആ രോഗമുള്ള, ആ വേദനയുള്ള ശരീരഭാഗത്ത് ഇടതുകരം വെച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ യേശുവിൻ്റെ സൗഖ്യം രോഗബാധിതമായ പ്രദേശങ്ങളിലേക്ക്, ശരീരഭാഗങ്ങളിലേക്ക് വരട്ടെ. ശിരസ് മുതൽ കാൽപാദം വരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷന് വിധേയരാകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ICUവിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, രോഗികളെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ. യേശുവിൻ്റെ സൗഖ്യം നിറയട്ടെ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതുന്ന മക്കളെ യേശുവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണേ. ഈശോയെ, സാമ്പത്തിക കടബാധ്യതയിൽപ്പെട്ട് അസ്വസ്ഥപ്പെടുന്ന, ജോലി മേഖലയിൽ തടസ്സം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണേ. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ, ക്ഷമിച്ചിടുവാനെന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാനെന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് ക്ഷമയെന്ന പുണ്യം നൽകി അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം എഫെസോസ് 4:26. കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ.